സോറി. പക്ഷെ മകനാകാൻ പ്രായമുള്ള ഒരു ചെറുക്കനോട് അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതുണ്ടല്ലോ, അത് ഇൻഡിവിജ്വാലിറ്റിയുടെ ലക്ഷണമൊന്നുമല്ല, തനി തോന്നിവാസ. നമുക്ക് അവിടെ കല്യാണം ഉടനെ നടത്തിയാലോ? അമ്മ ചുമ്മാ വട്ട് പറയല്ലേ. ഞാൻ നിഖിലേട്ടനെ കുറിച്ച് അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിഖിൽ നിനക്ക് അറിയാവുന്ന പയ്യനല്ലേ, നിന്റെ ഫ്രണ്ട് അല്ലേ? ഇനി വേണേലും ഈ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാം, ഇളയതിന്റെ കാര്യത്തിൽ. നിഖിലിന്റെയും അപ്പുവിന്റെയും മനസ്സ് വേറെയാന്നാ എനിക്ക് തോന്നുന്നത്. പറഞ്ഞതുപോലൊരു ഇഷ്ടം അവരുടെ ഇടയിലുണ്ടെങ്കിൽ അങ്ങനെയാണേൽ ഞാനായിട്ട് എതിര് നിൽക്കത്തില്ല. പക്ഷേ ഞാൻ ആദ്യം അവനോടൊന്ന് സംസാരിക്കട്ടെ. അവൻ ഞാൻ പറഞ്ഞാ കേൾക്കുന്നവനാ. ഇന്ന് ലീവ് എടുത്തല്ലേ? അയ്യോ ഭദ്ര ചായ കുടിക്കേ. അതെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. ചേച്ചി എന്താ? എന്റെ ലെക്ചർ നോട്ട്സ് കണ്ടോ? നിന്റെ ലെക്ചർ നോട്ട്സ് നിന്റെ റൂമിലല്ലേ ഉണ്ടാവാ? ഇതായിരിക്കുന്നു. ചേച്ചി ഇന്നും ചെക്കിൻസാ? അതെ. ഇനി ഇടയ്ക്കൊക്കെ സാരി എടുത്ത് ശീലിക്കണ്ടേ, അല്ലെങ്കിൽ കല്യാണത്തിന് കുറെ ബുദ്ധിമുട്ടില്ലേ? എന്റെ വാങ്ങിക്കുവേ. കല്യാണം ഇല്ല, ഒരു കുന്തവും ഇല്ല. ചുമ്മാ ഷോ കാണിക്കല്ലേ ചേച്ചി. മോളൂ ചൂടാവണ്ട, ഞാൻ പൊക്കോളാവേ. ഹലോ നിത്യ. വേണ്ട വേണ്ട, ഞാനിന്ന് കാണില്ല, വേറൊരു എമർജൻസി ഉണ്ട്. അത് പിന്നെ പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ? എന്റേതാ ഈ ഐഡിയ എന്ന് ശ്രീദേവി അറിയണ്ട. അറിഞ്ഞാ പിന്നെ അത് മതി അവൾക്ക്. അല്ലേ തന്നെ നിലത്തല്ല നടപ്പ്. ഇതാ തൻ്റെ കുഴപ്പം. ആ കുടുംബത്തെ കണ്ണെടുത്ത കണ്ടുകൂടാ. അവർ തന്നോട് എന്ത് ചെയ്തിട്ടാ? അതിന് കണ്ണെടുത്താൽ അവരെ മാത്രം കാണുന്ന ചിലരുണ്ടല്ലോ. അതെ. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ഇന്നെന്താ മോള് നേരത്തെ? ക്ലാസ്സിലോട്ടല്ല, ഇന്ന് ലയയുടെ വീട്ടിൽ പോവാ. ഇന്റേൺഷിപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എപ്പോ വരും? സോറി മാഡം, 6 മണിക്ക് മുമ്പ് എത്താം എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോ ലേറ്റ് ആവും. പോട്ടെ അച്ഛാ. അതല്ല, ഞാൻ നിന്റെ പേരിൽ കുറച്ച് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കഴിക്കാനാ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. മോളെ, ദേ ഈ പാല് കുടിച്ചിട്ട് പോന്നീ. എനിക്ക് വേണ്ട. ആ മീനാക്ഷിക്കൊപ്പം ചേർന്ന അപ്പൊ ഓരോ വൃത്തികെട്ട സ്വഭാവം പഠിച്ചു വെക്കുന്നേ. എനിക്ക് അതിന്റെ ദേഷ്യം. എന്നിട്ടിപ്പോ ആ മീനാക്ഷി തന്നെ വേണമല്ലോ അവളുടെ മനസ്സറിയാനും മനസ്സ് മാറ്റാനും. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൾ അതൊന്ന് തെളിച്ചു പറയാൻ സാധ്യത മീനാക്ഷിയോടാ. മോളൂനും അത് തന്നെ തോന്നേ. അതാ ഞാൻ പറഞ്ഞേ, മഹിയേട്ടൻ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യ്. അപ്പൊ മീനാക്ഷി പറയുമല്ലോ അവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. ഓ, അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നന്നായിട്ടേ വരൂ. അതിനല്ലേ 2 ദിവസമായിട്ട് ലീവ് എടുത്ത് ഞാൻ എല്ലാ അമ്പലത്തിലും കയറി ഇറങ്ങിയത്. ചെയ്യാനുണ്ടായിരുന്ന നേർച്ചയും വഴിപാടും ഒക്കെ ചെയ്തു. ആറ്റുകാലിലും അനന്തൻകാട്ടിലും പ്രസാദം വൈകുന്നേരത്തെ കിട്ടും. അത് വാങ്ങാൻ ഇനി ഞാൻ തന്നെ പോണ്ടേ? എന്നാ മഹിയേട്ടൻ വിട്ടോ, താമസിക്കണ്ട. അതെ, കാര്യം പറഞ്ഞ നേരെ ഇങ്ങ് പോരെ. അവിടെ ഇനി ഓരോ കഥയും പറഞ്ഞിരുന്ന് താമസിക്കണ്ട. ആ ജൂഡേ, മഹിയേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഞാൻ മാഷിനെ വിളിച്ചിരുന്നു. ഞാൻ ഈ USB തരാൻ വേണ്ടി വന്നതാ. നീ ഇപ്പൊ തിരക്കിലാണോ? അല്ല, എന്താ ആന്റി? ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങി നീ ഇവിടെ വരെ ഒന്ന് എത്തിക്കണം. കുറച്ച് പച്ചക്കറിയാ. ഈ വിഷമൊന്നും ഇല്ലാത്ത നല്ല സാധന. ഓഫീസിലെ ഷെർലി ഇല്ലേ, അവര് നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നെടുങ്കണ്ടത്തുകാരിയാ, അവരുടെ പറമ്പിലുണ്ടായതാ. കൊറേ നാളുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പോഴാ കൊണ്ടുവരുന്നേ. ഞാനാണെങ്കിൽ ലീവും.
അത് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ കൊണ്ടുവരാം. ഞാൻ ഷേർലിയുടെ നമ്പർ തരാം. വിളിച്ചു പറഞ്ഞ ഓഫീസിന് പുറത്ത് കൊണ്ടു തരും. ശരി ആൻറ്റി. ജൂടെ ഒന്ന് നിക്കണേ. തിരിച്ചു വരുമ്പം ആറ്റുകാലും അനന്തംകാട്ടിലും കയറി പ്രസാദം കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. ഞാൻ രസീത് എടുത്തിട്ട് വരാം. അപ്പുവിന്റെ പേരിലൊരു വഴിപാട് നടത്തിയതാ. ഏതായാലും ജൂഡിനെ കണ്ടത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനൊക്കെ ചാടി പിടിച്ച് പോകേണ്ടി വന്നേനെ. പിന്നെ ചേച്ചിയുടെ വിശേഷം എന്തുണ്ട്? ചേച്ചി സുഖമായിരിക്കുന്നു. ഡൽഹി തന്നെയല്ലേ? അതെ. ഇടയ്ക്കൊക്കെ ടി വിയിൽ കാണാറുണ്ട് വക്കീലിന്റെ വാർത്തകൾ. എന്നാ ശരി. തെയ്യും താ തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും തത്ത തെയ്യും താ 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 തെയ്യും തത്ത കൈ പൊക്കി പിടിച്ച് തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും താ തെയ്യും തത്ത തെയ്യും താ. സർപ്രൈസ് ആണല്ലോ. വിളിക്കു പോലും ചെയ്യാതെ ഇടിച്ചു കയറിയാണല്ലോ വരവ്. കാര്യമുണ്ട്. നീ തിരക്കിലാണോ? നീ പറഞ്ഞു. അതിങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമല്ല. പറയുന്നേ, എന്ത് ബോംബാണേലും പൊട്ടിക്കടാ. ഇത് വെറും ബോംബൊന്നുമല്ല, വോൾക്കാനോയാ. എന്താന്ന് വെച്ചാ ഒന്ന് പറ. ഞാൻ ഇതുവരെ നിന്നോട് പോലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല പലതും, പല കാര്യങ്ങളും. മരണ ഇൻട്രൊഡക്ഷൻ ആണല്ലോ. എന്നെ കെട്ടിച്ചു വിടാൻ പോവാ. പെണ്ണ് വീട്ടിൽ നിന്ന് പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ അമ്മയുടെ വക ഓപ്പറേഷൻ. ഓ, ഇതാണോ വോൾക്കാനോ? കെട്ടിന്ന് പറഞ്ഞിട്ടിപ്പ എന്താടാ? നീ കെട്ടടാ. കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ടേ നമ്മൾ അങ്ങ് തീർന്നു പോകുമോ? അത് നോക്കിയാ മതി. അല്ല പിന്നെ ഇത് ചിലപ്പോ ഞാൻ തീർന്നു പോവും. എന്റെ കാര്യം മൊത്തത്തിൽ അവതാളത്തിലാണ് മോളെ. നിഖിലേട്ടനെ അവരാലോചിക്കുന്നത്. എന്നിട്ട് നിഖിൽ ഇതറിഞ്ഞോ? എനിക്കറിയില്ല. ഇതിപ്പോ 2-3 ദിവസം കൊണ്ടുള്ള ഡെവലപ്മെന്റ്സാ. അമ്മയല്ലേ ആള് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. നമ്മളറിയില്ല. പക്ഷെ കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ എക്സ്പ്രസിന്റെ സ്പീഡായിരിക്കും. എന്നാലും നിഖിൽ അറിഞ്ഞിട്ട് പുള്ളിയുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് പോരെ ഈ ടെൻഷൻ. നിഖിലേട്ടന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും. അമ്മ എന്ന തീയതി കുറിച്ചെന്നൊക്കെയാ പറയുന്നത്. ചിലപ്പോ അതെന്റെ കഴുത്തേ കയറി അങ്ങ് മുറുകും. മുറുകിയാൽ എന്താ കുഴപ്പം? ഹീസ് എ നൈസ് ചാം. നിഖിൽ നല്ല പയ്യനല്ലേ? അതല്ല പ്രശ്നം. പിന്നെ നിഖിലേട്ടനെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അത് സത്യ. പക്ഷേ അതുമാത്രമല്ല കാര്യം. അതിനേക്കാളുമൊക്കെ വലിയൊരു കമ്മിറ്റ്മെന്റ്, ഒരു വലിയ ഇഷ്ടം ഇപ്പൊ എനിക്കുണ്ട്. ഞാനത് നിന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ പറയാത്തേന്ന് ചോദിച്ചാ എനിക്കറിയില്ല. അതിനുള്ള ഗട്സ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇതാരാ ഈ കക്ഷി? എന്നോടും കൂടെ പറയാത്ത ഒരു രഹസ്യകാമുകൻ. ഐ വിൽ ഷോ യു. ഒന്ന് കാണിക്കടോ.
നമ്മുടെ ജൂഡല്ലേ? ഇത് സംഭവം സുനാമിയാണ് മോളെ. ഇത് കൊറേ ഉണ്ടല്ലോ. എന്നെയും കൂടെ അറിയിക്കാതെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നമല്ല, 2 പ്രോബ്ലംസാ എന്റെ മുമ്പിൽ. നീ ഇത്രയും വലിയ സുനാമി ഉണ്ടാക്കിയ സ്ഥിതിക്കേ ഞാനൊരു പടക്കമെങ്കിലും പൊട്ടിക്കണ്ടേ? അല്ലേ? മോശമല്ലേ? നീ വന്ന് കേറിയപ്പോ ഞാൻ ആരോടാ ചാറ്റ് ചെയ്തോണ്ടിരുന്നേന്നറിയോ? അറിയോ? നിഖിൽ. നിനക്ക് നിന്റെ അമ്മ കണ്ടെത്തിയ അതേ ചെറുക്കൻ. നിങ്ങൾ രണ്ടുപേരും? സത്യം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങ് വന്നേ. എങ്കിൽ എന്റെ റൂട്ട് ക്ലിയർ ആയി, ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല, ഇതങ്ങനെ പറയാൻ പറ്റില്ല. നിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു 2-way കമ്മിറ്റ്മെന്റ് അല്ല. വി ആർ ജസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സ്. എനിക്കിഷ്ടമാണ് അവനെ. പക്ഷേ അവന്റെ ഭാഗത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു അടുപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിനക്ക് ചോദിച്ചൂടെ? പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ഒരു ഭയങ്കര നെർവസ്നെസ്, ഒരു ചളിപ്പ്. എന്റെ ദൈവമേ, കോളേജിലെ ഭീകര ജീവിയാണോ ഈ പറയുന്നത്? വായി നോക്കികളുടെ ടെറർ. എന്നിട്ടാണോ ഇങ്ങനൊരു സില്ലേ കാര്യത്തിന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? നോ, ഇതൊരു സില്ലി കാര്യമല്ല. ദിസ് ഇസ് നോട്ട് സില്ലി ഫോർ മീ. അതാ എൻ്റെ ഒരു ടെൻഷൻ. പക്ഷെ നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് ഈ ലൈൻ ക്ലിയർ ആക്കി തന്നേനെ. നീ ഒരു സംഭവല്ലേ മോളെ. നിന്നെ ആർക്കാ ഇഷ്ടമാവാത്തെ? യു ഡോണ്ട് നോ അപ്പു. എന്നെപ്പോലുള്ള പെമ്പിള്ളാരെ ഫ്രണ്ട്സാക്കാൻ ബോയ്സിന് ഇഷ്ടമാണ്. പക്ഷേ ഒരു മാരേജ് എന്നൊക്കെ പറയുമ്പം ദേ ഡോണ്ട് പ്രിഫർ ഗേൾസ് ലൈക്ക് മീ. അതൊരു ടിപ്പിക്കൽ മല്ലു മെയിൽ സൈക്കോളജി. പക്ഷേ നിഖിലേട്ടൻ അങ്ങനെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒന്നും അല്ല. അല്ലായിരിക്കാം. നിഖിലിന് നീ വിചാരിക്കാത്തൊരു ഇഷ്ടം നിന്നോടുണ്ടെങ്കിൽ, പേരൻസ് പറയുന്ന കേട്ട് ഈ കല്യാണത്തിന് എസ് പറയുകയാണെങ്കിൽ നടക്കട്ടെ. എൻ്റെ ഇഷ്ടം അതൊരു വലിയ ആനക്കാരിയൊന്നുമല്ല. ജൂഡിൻ്റെ കാര്യം നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ നിന്നോട് കൂടി അത് ഡിസ്ക്ലോസ് ചെയ്യില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ കിടന്ന് ഊതിപ്പെരുപ്പിച്ച ഒരു സാധനം, അതവിടെ കിടന്നങ്ങ് തീരട്ടെ. അതാ നല്ലത്, അല്ലേ? പക്ഷേ ജൂഡിന്റെ കാര്യം എനിക്ക് അങ്ങനെയല്ല. ഹീസ് എ ക്രിസ്ത്യൻ. മതവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പ്രശ്നമാണ്. എല്ലാം ഫേസ് ചെയ്യാൻ നീ റെഡിയാണോ? എന്തിനും റെഡിയാണ്, ഏതിനും. അതിനി ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും. ഞാനൊരു കാര്യം പറയാം. നിഖിലിനെ വിട്ടുകളയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവള് മീനാക്ഷിയെ കാണാൻ പറയാതെ വന്നെങ്കിൽ സംഗതി കുഴപ്പമായിരിക്കുമല്ലോ. എല്ലാം ഫേസ് ചെയ്യാൻ നീ റെഡിയാണോ? എന്തിനും റെഡിയാണ്, ഏതിനും. അതിനി ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും.
ഞാനൊരു കാര്യം പറയാം. നിഖിലിനെ വിട്ടുകളയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. Then we have to act. ഹ തെയ്യും ത ത തെയ്യും ത ഹ തെയ്യും ത ത തെയ്യും ത ഹ തെയ്യും ത. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. എന്താ മഹേട്ടാ പതിവില്ലാതെ ഈ സമയത്ത്? അപ്പു വന്നിട്ടുണ്ടല്ലേ? ആ, അത് തന്നെ ഞാനും ആലോചിച്ചേ. എങ്കിൽ പിന്നെ ഒരുമിച്ച് വന്നൂടായിരുന്നോ അച്ഛനും മൂക്കും കൂടെ? അത് കാര്യമുണ്ട്. അവൾ അവിടുന്ന് വേറെ കള്ളം പറഞ്ഞ് മുങ്ങിയതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അച്ഛനോട് കള്ളം പറഞ്ഞോ? അതൊരു പുതിയ കാര്യമാണല്ലോ. അപ്പോൾ അവൾ മീനാക്ഷിയെ കാണാൻ പറയാതെ വന്നെങ്കിൽ സംഗതി കുഴപ്പമായിരിക്കുമല്ലോ. എന്ത് കുഴപ്പം? എന്താ മഹേട്ട പ്രശ്നം? തെളിച്ചു പറ. അതൊക്കെ ഉണ്ട്. അതെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. മഹേട്ട അകത്തോട്ടിരിക്കാം. നിഖില് നല്ല പയ്യനല്ലേ ഏട്ടാ? പണ്ടേ ഭദ്രയുടെ മനസ്സിലുള്ളതാ. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാര്യം കേട്ടപ്പം മുതൽ അപ്പൂൻ്റെ റെസ്പോൺസ് നെഗറ്റീവാ. അമ്മയും മോളും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ച് അതവളങ്ങ് ചുമ്മാ ഉടക്കലൈനി പറയുന്നതാണോ അതോ ശരിക്കും അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു കിട്ടണം. അതിപ്പം മീനാക്ഷിയെ കൊണ്ടല്ലാതെ പറ്റത്തില്ല എന്നുള്ള കാര്യം ഭദ്രയ്ക്കും അറിയാം. അതിനാ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറ. അങ്ങനെ കൃത്യമായ ഒരു കാര്യലാഭം ഇല്ലാതെ ഭദ്രേച്ചി മഹിയേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലെന്ന് എനിക്കറിയാം. ആദ്യം എനിക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അപ്പൂനായാലും നേരത്തെ സെറ്റിലായ അതല്ലേ നല്ലത്. നമുക്കും ആശ്വാസം. നടക്കുമെങ്കിൽ നല്ലത് തന്നെയാ മഹിയേട്ട. ഞാനും മീനാക്ഷിയോട് ഇത് തന്നെയാ പറയുന്നേ. ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ച് കൊടുക്കുന്നവരെ ടെൻഷൻ തന്നെയാ. ഇവളുടെ കാര്യത്തിനാണെങ്കിൽ ഇതിനൊക്കെ ഓടാൻ ഞാനൊരുത്തി തന്നെ വേണമല്ലോ. ഞാൻ പലതവണ പറഞ്ഞതാ നിങ്ങൾക്കാരുമില്ല എന്ന തരത്തിലുള്ള ഈ വർത്തമാനം നിർത്തണമെന്ന്. എൻ്റെ അനിയൻ അവനിപ്പോൾ ഈ ലോകത്തിലില്ല, അതൊരു സത്യമാണ്. എന്ന് കരുതി അവൻ്റെ കുടുംബം അനാഥമൊന്നുമല്ല. ആ തോന്നൽ വേണ്ട. അപ്പൂനെ പോലെ തന്നെ എനിക്ക് മീനാക്ഷി. അവക്കും ആലോചനകൾ വരുന്നുണ്ട്. നല്ലതെന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം, രണ്ടും കൂടി ഒരുമിച്ച് നടത്താം. ഏയ് അതൊന്നും വേണ്ട. ഭദ്രേച്ചിക്ക് അതൊന്നും ഇഷ്ടാവില്ല. എന്തിനാ മഹിയേട്ട വെറുതെ? എന്തായാലും ഞാൻ അകത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. രണ്ടും കൂടി എന്താ പറയുന്നതെന്നറിയാലോ. എനിക്ക് തോന്നുന്നത് അപ്പൂന് നിഖിലിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും കാണില്ലെന്ന്. എന്തായാലും സംസാരിച്ചു നോക്ക്. മഹിയുടെ ചായ കുടിക്കേ. എന്താ പൂ, സദ്യക്കുള്ള സ്കോപ്പ് ഉണ്ടോ? അതൊന്നും നടക്കത്തില്ല അമ്മ. ഞാൻ എല്ലാം മറന്നങ്ങനെ ചെയ്താൽ തന്നെ അത് എന്നെ മാത്രം ആവില്ല ഹേർട്ട് ചെയ്യുക, മീനാക്ഷി കൂടിയായിരിക്കും. അച്ഛനൊരു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എതിർപ്പുണ്ടാവില്ല, പക്ഷേ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല.
ഉറപ്പാണോ? ഉറപ്പാ. അമ്മയുടെ മുന്നിൽ ജൂഡിനെയും ഈ റിലേഷൻഷിപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ട് അത് പറ്റില്ല. എന്താ ഒരു ഗൂഢാലോചന? ദേ മീനു, മഴ ചാറുന്നുണ്ട്. തുണി വല്ലതും പുറത്ത് കിടപ്പുണ്ടോ? അപ്പു, നീ വീട്ടിൽ നിന്ന് അറിയാതെ മുങ്ങിയതാ അല്ലേ? എങ്ങനെ അറിഞ്ഞു? മഹിയേട്ടൻ താഴെ വന്ന് ഇരിപ്പുണ്ട്. ഞാൻ അറിഞ്ഞു ആലോചനയുടെ കാര്യമൊക്കെ. മഹിയേട്ടൻ വന്നത് എന്തിനാന്നറിയോ മീനു? നിന്നെ കൊണ്ട് ഇത്തിരി ചാരപ്പണി നടത്താൻ. ഈ കല്യാണത്തിന് അപ്പൂന് സമ്മതാണോന്ന് അറിയണം. അതല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതാ ഉദ്ദേശ ലക്ഷ്യം. എന്താ അപ്പു, അങ്ങനെയല്ലേ? അപ്പൂങ്ങി വന്നേ, വാ. മോളിവിടെ ഇരിക്കേ. എന്താ അപ്പു, സദ്യക്കുള്ള സ്കോപ്പ് ഉണ്ടോ? അതൊന്നും നടക്കത്തില്ല അമ്മ. അതെന്താ നടക്കാത്തെ? ഇവക്ക് വേറൊരു പയ്യനുമായിട്ട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാ. അത് തന്നെയാ കാരണം. ഓ, ചുമ്മാ കളി പറയാതെ പിള്ളേരെ. കളിയൊന്നും അല്ല, സത്യമാ. ആരാ? ആരാന്ന്? അത് അമ്മയ്ക്കറിയാം. വലിയച്ഛൻ്റെ അസിസ്റ്റന്റ്, നമ്മുടെ ജൂഡ്. ആ ക്രിസ്ത്യാനി ചെക്കനോ? ഈശ്വര, അപ്പു എന്തറിഞ്ഞോണ്ടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആ ഭദ്രേച്ചി എങ്ങാണോ ഇത് അറിഞ്ഞ എങ്ങനെ സഹിക്കും? മഹേട്ടന്റെ കാര്യോ? അമ്മ അവളെ നിർബന്ധിക്കണ്ട. നീ മിണ്ടണ്ട. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ കൂടെ ഓരോന്ന് പറഞ്ഞിങ്ങനെ തെറ്റിക്കുന്നെ. മീനാക്ഷി ഇത് ഇപ്പഴാ അറിയുന്ന വെച്ചിട്ട്. ആരുടെയും സപ്പോർട്ടിന്റെ പുറത്തല്ല, എൻ്റെ ഇഷ്ടം. എനിക്കിഷ്ടമായിട്ടോ. അപ്പോ മോളെ, നീ ചിറ്റ പറയുന്ന ഒന്ന് കേക്ക്. ആ പയ്യനോട് നിനക്ക് ഇഷ്ടമോ ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മോള് മറക്കണം. എന്നിട്ട് ഭദ്രേച്ചി കൊണ്ടുവന്ന ആ ബന്ധത്തിന് മോള് സമ്മതിക്കണം. അവൻ എന്താ ഒരു കുഴപ്പം? കുഞ്ഞുനാള് മുതൽ അറിയാവുന്നല്ലേ നിനക്ക് നിഖിലിനെ? പക്ഷേ നിഖിലേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചിറ്റേ. പിന്നെ എനിക്ക് എങ്ങനെയാ? മാത്രമല്ല, ഞാൻ എല്ലാം മറന്നങ്ങനെ ചെയ്താൽ തന്നെ അതെന്നെ മാത്രം ആവില്ല ഹേർട്ട് ചെയ്യാം, മീനാക്ഷി കൂടിയായിരിക്കും. എന്താ നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പു,